താനൂരിൽ മതമൗലികവാദ സംഘടനകളുടെ വോട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് പരോക്ഷമായി സമ്മതിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ. മുസ്ലിം ലീഗിനെതിരായ ഒരു ജനകീയ കൂട്ടായ്മയാണ് താനൂരിൽ ഉണ്ടായിരുന്നത്. അതിൽ പലരുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുത് എന്ന് SDPI ജില്ലാ നേതൃത്വം സൂചിപ്പിച്ചിരുന്നു. താനൂരിൽ വി അബ്ദുറഹ്മാന്റെ വിജയത്തിന് പിന്നിൽ മുസ്ലിം മതമൗലികവാദ സംഘടനകളുടെ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് മന്ത്രിയുടെ വാക്കുകൾ. താനൂരിൽ ലീഗിനെതിരായ ജനകീയ കൂട്ടായ്മയാണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറയുമ്പോഴും മതമൗലികവാദ സംഘടനകളുടെ വോട്ട് ലഭിച്ചിരുന്നുവെന്ന് വ്യക്തം. വയനാട്ടിൽ രാഹുൽ വിജയിച്ചത് വർഗീയ ശക്തികളുടെ വോട്ട് ലഭിച്ചിട്ടാണെന്ന് എ വിജയരാഘവൻ പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയെ അബ്ദുറഹ്മാൻ പിന്തുണച്ചതാണ് മതമൗലികവാദ സംഘടനകളെ ചൊടിപ്പിച്ചത്. സംഭവത്തിൽ അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുതെന്ന് പറഞ്ഞ് SDPI ജില്ലാ സെക്രട്ടേറിയറ്റ് കുറിപ്പ് ഇറക്കിയിരുന്നു. മന്ത്രി പാർട്ടിയോടുള്ള കൂറ് കാണിക്കുകയാണെന്നും കുറിപ്പിൽ പറയുന്നു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് കൂട്ടുകെട്ടുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ നമ്മൾ അപലപിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെതിരായി ഒരു ജനകീയ കൂട്ടായ്മയാണ് അന്ന് രൂപപ്പെട്ടത്. തീർച്ചയായും അത് തന്നെയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇപ്പോൾ സ്ഥായിയായിട്ടുള്ളൊരു വിജയമായി അത് മാറി. ജനങ്ങൾക്ക് ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന MLA-മാരോ മന്ത്രിമാരോ വരുമ്പോൾ എങ്ങനെയാണ് ഒരു നാടിന് മാറ്റമുണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. എന്നാൽ SDPI പിന്തുണയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞില്ല. എല്ലാ ന്യൂനപക്ഷ വർഗീയതയെയും എതിർക്കുകയാണ് CPM നിലപാടെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു അദ്ദേഹം. SDPI പിന്തുണ നൽകിയെന്ന അവരുടെ വാദത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം കൂടിയാണ് ഇത്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.